കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ വൻ പ്രവർത്തക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ മല്ലികാർജുന ഖാർഗെ പ്രസംഗിക്കുകയുണ്ടായി. അതിൻ്റെ അടുത്ത ദിവസം മല്ലികാർജുന ഖാർഗെ പ്രസംഗിച്ച അതേ സ്റ്റേജിൽ BJPയുടെയും സംഘപരിവാറിൻ്റെയും ആളുകൾ ശുദ്ധീകരണം നടത്തി പുണ്യാഹം തളിച്ചു പോലും. മനുവാദത്തിൻ്റെ രാഷ്ട്രീയം ഇവർ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കാലം മാറി എന്നുള്ള കാര്യം ഇപ്പോഴും അവർ മനസ്സിലാക്കുന്നില്ല. ഇന്ന് ഈ രാജ്യത്ത് ജനാധിപത്യ ഗവൺമെൻറ്റാണുള്ളത്. മല്ലികാർജുന ഖാർഗെ ആരാണ്? 11 തവണയായിട്ട് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും രാജ്യസഭയിലേക്കും ജയിച്ചു വന്ന ഇന്ത്യയിലെ ഏറ്റവും സമുന്നതനായ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ, നേതാവ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹം വളർന്നു വന്ന വഴികൾ അറിയുന്നവർക്കെല്ലാവർക്കും അറിയാം. കഷ്ടപ്പാടുകളുടെയും വേദനകളുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും എല്ലാം അതിജീവിച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി അദ്ദേഹം വന്നത്. അല്ലാതെ സുപ്രഭാതത്തിൽ വന്ന ആളല്ല. അദ്ദേഹത്തെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ഖാർഗെജിയെ അപമാനിക്കുകയല്ല, കോൺഗ്രസിനെ അപമാനിക്കുക മാത്രമല്ല, ഈ നാട്ടിലെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗം നമ്മളെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന, അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പാടുപെടുന്ന, നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ആ ജനവിഭാഗത്തെ ഒട്ടാകെ ആക്ഷേപിക്കാൻ, ഇന്ത്യയിൽ ജാതീയതയുടെ ഏറ്റവും മോശമായ വിഷവിത്തുകൾ പാകാനാണ് BJPയും സംഘപരിവാറും അവിടെ പരിശ്രമിച്ചത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് കാരണം അവിടെ ഒറ്റപ്പെട്ട ആൾ നടത്തിയാൽ BJPയുടെ DNA ആണിത്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും DNA ആണിത്. അവർക്ക് പിന്നോക്കക്കാരെ ഇഷ്ടമല്ല, അവർക്ക് പട്ടികജാതിക്കാരെ ഇഷ്ടമല്ല. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ആളുകളെ ഭിന്നിപ്പിച്ച് നിർത്തി സവർണ മേധാവിത്വത്തിൻ്റെ ഏറ്റവും മേൽക്കോയ്മ നടപ്പിലാക്കി RSS അജണ്ട നടപ്പിലാക്കലാണ് അവരുടെ ലക്ഷ്യം. ആ മൈൻഡ് സെറ്റാണ് ഇപ്പോഴും അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ മൈൻഡ് സെറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഹീനമായിട്ടുള്ള കാര്യം നടന്നത്. ഇന്നലെ രാജ്യസഭയിൽ ഈ വിഷയം ഉന്നയിച്ച് ഭയങ്കരമായ കോലാഹലം ഉണ്ടായി. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിന് പ്രധാനമന്ത്രി രാജ്യത്തോട് മാപ്പ് പറയണം. ഖാർഗെജിയെ പോലെയുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള സമുന്നതനായ ഒരു നേതാവിനെതിരായിട്ടുണ്ടായിട്ടുള്ള ഈ ഏറ്റവും ഹീനമായിട്ടുള്ള ശ്രമം ഒരു ഖാർഗെജിക്കെതിരെ മാത്രമല്ല, കോൺഗ്രസിനെതിരെ മാത്രമല്ല, ഈ രാജ്യത്തെ ജാതി വ്യവസ്ഥയിൽ BJP പുലർത്തുന്ന ആ വിവേചനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അവർ നടത്തുന്ന മെസ്സേജിങ്ങിൻ്റെ തെളിവാണിത്. ഇതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭം ഇന്ന് രാജ്യവ്യാപകമാണ്. രാജ്യത്തെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്തരം വൻ പ്രതിഷേധ പ്രകടനങ്ങളും ധർണയും നടക്കുകയാണ്. പ്രധാനമന്ത്രി മാപ്പ് വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതെല്ലാ കാലത്തും അവരങ്ങനെയാണല്ലോ. അവർക്കിപ്പം അവരെല്ലാ കാര്യങ്ങളും ചെയ്യും. രാജ്യത്തെ ഭിന്നിപ്പിക്കും, വിഭജിക്കും, ജനങ്ങളെ മതത്തിൻ്റെ പേര് പറഞ്ഞ് ഭിന്നിപ്പിക്കും, ജാതിയുടെ പേര് പറഞ്ഞ് ഭിന്നിപ്പിക്കും, സവർണ മേൽക്കോയ്മ ഉണ്ടാക്കും. അവസാനം ജനം എതിരാണെന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് ഇതിൽ ബന്ധമില്ല എന്നുള്ളത് കൈ കഴുകാൻ പറ്റില്ല. അവിടെ പോലീസ് കേസെടുക്കാം. കേസെടുത്താൽ അറിയാം, അവരുടെ രാഷ്ട്രീയ ചരിത്രം അറിയാം, ആരാണ് അതിൽ പങ്കെടുത്തതെന്ന് എല്ലാവർക്കും അറിയാം. ഉത്തരാഖണ്ഡിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ഞങ്ങളുടെ പാർട്ടി ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്നുണ്ട് അവിടെ. മനസ്സിലാക്കേണ്ടത് സബ്കാ സാത്ത് സബ്കാ വികാസ്, ഇതാണല്ലോ മോഡി പറയുന്ന മുദ്രാവാക്യം. ഏത് സബ്കാ സാത്താണ്? ആ സബ്കാ സാത്തിൽ ഈ നാട്ടിലെ പിന്നോക്കക്കാരില്ലേ, ദളിത് വിഭാഗമില്ലേ, രാഷ്ട്രീയത്തിലെ കഷ്ടപ്പാടുകൾ സഹിച്ച് ഏറ്റവും കൂടുതൽ ഉയർന്ന നിലയിലേക്ക് വന്ന മല്ലികാർജുന ഖാർഗെയോട് ഇതാണ് നിങ്ങളുടെ സമീപനമെങ്കിൽ സാധാരണക്കാരായ ദളിത് പിന്നോക്ക വിഭാഗങ്ങളോട് നിങ്ങളുടെ സമീപനം എന്തായിരിക്കും? അതാണ് ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് വരുന്നത്. പ്രധാനമന്ത്രി മാപ്പ് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അല്ല, ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഇതാണ് ഇന്ന് ഞങ്ങൾ രാജ്യവ്യാപകമായി നടത്തുന്ന ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഇവിടെ മലപ്പുറത്തെ പ്രതിഷേധത്തിൽ ഞാൻ പങ്കെടുക്കുകയായിരുന്നു. മറ്റൊരു പരിപാടിക്ക് വേണ്ടി ഇവിടെ വരേണ്ടതുകൊണ്ട് ഇവിടെ നിന്ന് പങ്കെടുക്കുകയായിരുന്നു. ആ കാര്യങ്ങളൊക്കെ പൊതുയോഗത്തിൽ പറയാമല്ലോ. കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണം പ്രഖ്യാപിച്ചത് ഇത് അന്വേഷണം പ്രഖ്യാപിക്കല്ല, മാപ്പ് വരണം. പ്രൈം മിനിസ്റ്റർ മാപ്പ് വരണം. അവരുടെ അന്വേഷണമൊക്കെ നമുക്കറിയാമല്ലോ. അവരുടെ അന്വേഷണ രീതി ഉത്തരാഖണ്ഡ് പോലീസാണ് അന്വേഷിക്കുന്നത്. നീതി കിട്ടുമല്ലോ. അന്വേഷണം പോലീസൊന്നും അല്ല. ഇത് ചെയ്യാനുള്ള ധൈര്യം അവർക്ക് എങ്ങനെ ഉണ്ടായി? ഇത് ചെയ്യാനുള്ള ധൈര്യം ആരാ പകർന്നു കൊടുക്കുന്നത്? മോഡിയും ഷായും അവരാണ് പകർന്നു കൊടുക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം നാട്ടിൽ ഉയർത്തും, സംശയം വേണ്ട.
ഇറ്റാലിയൻ എംബസി വരെ ഇപ്പോൾ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യൻ എംബസി ഏതില് രാഹുൽ ഗാന്ധി പരിപാടി നടത്തിയ പരാമർശത്തിനെതിരെ. രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഏതെങ്കിലും എംബസിയുടെ പേര് പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യമില്ല. രാഹുൽ ഗാന്ധി പറയുന്നത് ധൈര്യത്തോടു കൂടിയിട്ടാണ്, ആർജവത്തോടു കൂടിയിട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളെ കണ്ടല്ലോ ഇന്ത്യൻ പാർലമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന്. അത് ഏതെങ്കിലും ആളുടെ പേര് പറഞ്ഞ് പേടിപ്പിക്കേണ്ട. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മനസ്സോടുകൂടിയാണ് പറയുന്നത്. കീഴടങ്ങി, ഇന്ത്യയുടെ വിദേശ നയം കീഴടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ട്രംപിനെ മുമ്പിൽ കണ്ടാൽ കവാത്ത് മടക്കും, ട്രംപിൻ്റെ മുമ്പിൽ കവാത്ത് മറക്കും. അദാനിയുടെ കേസ് പിൻവലിക്കണമല്ലോ ട്രംപ്, അദാനിയുടെ കേസ് പിൻവലിക്കണമല്ലോ ട്രംപ്. അപ്പം നിങ്ങൾ നോക്ക്, അരുണാചലിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഭൂമി ചൈന കൊണ്ടുപോവാണ്. ദേശീയ നേതാവ്, ദേശീയതയുടെ ഏറ്റവും വലിയ നേതാവ്, ഏറ്റവും വലിയ ദേശീയവാദിയാണ് പറഞ്ഞത്. അരുണാചലിലെ ഭൂമി ചൈന കൊണ്ടുപോവാണ്. ഇന്നലെ ഇന്നും നിങ്ങൾ കാണുന്നില്ല അത്. എവിടെ പോയി ബി ജെ പിയുടെ രാജ്യസ്നേഹം? എവിടെ പോയി ദേശസ്നേഹം? ഇൻഡോ അമേരിക്ക ഇൻഡോ യു എസ് കരാറ്, ട്രേഡ് ഡീല്, അതെന്താണ്? ഇന്ത്യ കീഴടങ്ങുന്ന കാഴ്ചയാണത്. രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്, വിദേശ നയം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം മറ്റു രാജ്യത്തിന് കീഴടങ്ങലല്ല, ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കീഴടങ്ങലാണ്. ആ കീഴടങ്ങലിനെതിരായിട്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഞങ്ങൾ അന്തസ്സായിട്ടാണ് പറയുന്നത്, ഇനിയും പറയും. രാഹുൽ ഗാന്ധി ആരും അവമാനിച്ചിട്ടില്ല. ഞാനൊരു കാര്യം പറയാം, അല്ല നിങ്ങൾക്ക് ഇപ്പം മാധ്യമപ്രവർത്തകർ കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ആരും അവമാനിച്ചിട്ടില്ല.